കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൽ ഇപ്പോൾ ആന എഴുന്നള്ളത്തിലും വലിയ തോതിൽ ഫണ്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 25,000 രൂപയുടെ ക്രമക്കേട് ഓഡിറ്റ് വിഭാഗം പുതിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ആനകളെ എത്തിച്ചിരുന്നതും സ്പോൺസർമാരെ കണ്ടെത്തിയിരുന്നതും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയും ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബുവാണ്. അങ്ങനെ അയാളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തട്ടിപ്പുകൾ കൂടി പുറത്തുവരുന്നുണ്ട്. തിരുനക്കര ക്ഷേത്രത്തിലെ അത്താഴക്കഞ്ഞി വിതരണവുമായി ബന്ധപ്പെട്ട് 2,27,000 രൂപ ക്രമക്കേട് നടത്തിയതിന് പിന്നാലെയാണ് ആന എഴുന്നള്ളത്തിലും ദേവസ്വം ഓഡിറ്റ് വിഭാഗം ക്രമക്കേട് കണ്ടെത്തിയത്. 25,000 രൂപയാണ് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ആന എഴുന്നള്ളത്തിൽ ക്രമക്കേട് നടത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങളായ ഏറ്റുമാനൂർ, വൈക്കം, തിരുനക്കര എന്നീ ക്ഷേത്രങ്ങളിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ആനകളെ എത്തിച്ചു കൊടുക്കുന്നതിലും സ്പോൺസർമാരെ കണ്ടെത്തുന്നതിൽ പോലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും ഓഡിറ്റ് വിഭാഗത്തിന് കണ്ടെത്താൻ കഴിയുകയില്ല. ഈ പണം കണക്കിൽ രേഖപ്പെടുത്തുകയുമില്ല. വൈക്കം ക്ഷേത്രത്തിലെ ഉത്സവത്തിനായിട്ട് 83 ആനകളെയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും തിരുനക്കരയിലും ആനകളെ വേണ്ടിവരും. ഈ സമയത്തെ കാലയളവുകളിൽ സ്പെഷ്യൽ ഓഫീസറായി മുരാരി ബാബുവാണ് എത്താറ്. അതിനുശേഷം ഇദ്ദേഹം തന്നെ ആനകളെ കണ്ടെത്തുകയും തുടർന്ന് ഈ ആനകൾക്ക് സ്പോൺസർമാരെയും കണ്ടെത്തും. ഒരാനയ്ക്ക് വിവിധ സ്പോൺസർമാരാണ് ഉണ്ടാവുക. എന്നാൽ ഈ സ്പോൺസർമാർക്കറിയില്ല തങ്ങൾ ഒരാനയ്ക്ക് മാത്രമാണ് സ്പോൺസർ നൽകിയതെന്ന്. ഇവരിൽ നിന്ന് പണവും മുരാരി ബാബു ശേഖരിക്കും. 50,000 മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ആനക്കായുള്ള ഏക്കത്തുക. ഇത് ആന ഉടമകൾക്ക് കിട്ടുക ഒരു സ്പോൺസറിൽ നിന്നുള്ള പണം മാത്രം. ബാക്കി സ്പോൺസറിൽ നിന്നുള്ള പണമെല്ലാം ഈ ഉദ്യോഗസ്ഥർ വീതിച്ചെടുക്കുകയാണ് പതിവ്. ആന ഉടമകൾക്ക് ഇതൊക്കെ അറിയാമെങ്കിലും ഇവരാരും പരാതിപ്പെടാറില്ല. കാരണം എഴുന്നള്ളത്തിനും ആനയുടെ പ്രശസ്തിക്കും ഈ ആനയെ ഇങ്ങനെ നിലനിർത്തിയേ മതിയാകൂ. ഇതൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം മുതലെടുക്കുന്നത്. അത്താഴക്കഞ്ഞിയിലും ആന എഴുന്നള്ളത്തിലും മാത്രമല്ല ഈ ക്രമക്കേടുകൾ നടക്കുന്നത്. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഓരോ ആവശ്യങ്ങളിലും ഈ ഉദ്യോഗസ്ഥർ ക്രമക്കേടുകൾ നടത്തുന്നുണ്ടെന്നാണ് ക്ഷേത്രത്തിനുള്ളിലെ ഉപദേശക സമിതി അംഗങ്ങൾ പോലും പറയുന്നത്. ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.